everyone. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം വരാൻ പോവാണല്ലേ. നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും എക്സാമിന് നല്ല രീതിക്ക് പാസ് ആവേണ്ടതുണ്ട്. സോ പാസ് ആവണമെങ്കിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എസ്എ ക്വസ്റ്റ്യൻസ് മിസ്സാക്കരുത്. സോ അത്തരത്തില് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള 2 എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പോയിന്റ്സ് ഒട്ടും മിസ്സാക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. സോ മക്കളെ, വെൽക്കം ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Explain any 8 external sources of recruitment. നമുക്കറിയാം സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിൽ നമുക്ക് 2 സോഴ്സസ് പഠിക്കാനുണ്ട് അല്ലെ. ഇന്റേണൽ സോഴ്സസും പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സസും പഠിക്കാനുണ്ട്. അതിൽ ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ 2 പോയിന്റ്സേ വരുന്നുള്ളൂ. ഒന്നെന്താണ് ട്രാൻസ്ഫർ, രണ്ടാമത്തത് എന്താണ് പ്രൊമോഷൻ. സോ ആ 2 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചേക്ക്. അത് 2 മാർക്കിനെ ചോദിക്കാറുള്ളൂ. ഇനി എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മുടെ ഷ്വർ ആയിട്ടുള്ള ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. റിക്രൂട്ട്മെന്റ് എന്താണ് എന്നുള്ളത് നമുക്കറിയാലോ. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള ആളുകളെ കണ്ടുപിടിക്കുന്ന, സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവരെ നമ്മുടെ ജോലിയിലേക്ക്, നമ്മുടെ ഓഫീസിലുള്ള ജോലിയിലേക്ക് അപ്ലൈ ചെയ്യിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയായിരുന്നു നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കാൻഡിഡേറ്റ്സിനെ അവൈലബിൾ ആവുക എന്നുള്ളത്. അതായത് ഔട്ട്സൈഡ് ഓർഗനൈസേഷന്റെ പുറത്ത് നിന്ന് നമുക്ക് ഏതെല്ലാം സോഴ്സസിൽ നിന്നാണ് കാൻഡിഡേറ്റ്സിനെ അവൈലബിൾ ആവുക എന്നുള്ളത് നോക്കാം. അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ. അതിൽ ആദ്യത്തെ സോഴ്സ് ആണ് മക്കളെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ നമ്മൾ വേക്കൻസി എന്ത് ചെയ്യും, നമ്മൾ പോസ്റ്റ് ചെയ്ത് വെക്കും. ഇതാണ് വേക്കൻസി, ഇത്ര വേക്കൻസി ആണുള്ളത്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോട്ടീസ് ബോർഡിൽ ഇടും. അതിൽ കമ്പനീന്റെ പുറത്ത് ജോബ് സീക്കേഴ്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും, അസംബിൾ ആവുന്നുണ്ടാവും. അവർ തന്നെ എന്ത് ചെയ്യും, ഈ നോട്ടീസ് ബോർഡിൽ വന്നിട്ടുള്ള ആ ഒരു നോട്ടീസ്, ആ ഒരു പരസ്യം കണ്ടിട്ട് അവർ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യും. ഒന്നുകിൽ അവരെ ആ ഒരു സമയത്ത് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യും. അതല്ലെങ്കിൽ അവർക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പിന്നീട് വേറൊരു ഡേറ്റിന് എന്ത് ചെയ്യും, ഷെഡ്യൂൾ ചെയ്യും. സോ അത്തരത്തിലാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സോഴ്സിൽ നിന്നും കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് നോക്കാം, കാഷ്വൽ കോളേഴ്സ്. അതായത് രണ്ടാമത്തെ പോയിന്റ് ആണ് മക്കളെ കാഷ്വൽ കോളേഴ്സ്. ഇവിടെ എന്താ നടക്കുന്നത്? ഒരുപാട് റെപ്യൂട്ടഡ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂഷ്വലി ഒരു ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് മുന്നേ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ അയച്ചു കൊടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഒരു ഡാറ്റാബേസ് അവർ സൂക്ഷിച്ചു വെക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ആവശ്യകത വന്നാൽ, അതായത് കാൻഡിഡേറ്റ്സിന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കയ്യിലുള്ള ഡാറ്റാബേസിനെ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് യൂസ് ചെയ്യാം. അവർക്ക് ആ ഒരു കയ്യിലുള്ള ആ ഒരു ഡാറ്റാബേസിൽ നിന്നും തന്നെ എന്ത് ചെയ്യാം, ആളുകളെ വിളിക്കാവുന്നതാണ്. അതിനെയാണ് നമ്മൾ കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു പോയിന്റിലേക്ക് പോവാം. അതാണ് അഡ്വർടൈസ്മെന്റ്. നമുക്കറിയാം വെൽ നോൺ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് അല്ലെ, കാൻഡിഡേറ്റ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്താണ് കമ്പനീസ് അവരുടെ റിക്വയർമെന്റ് എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങളിലൂടെ പരസ്യപ്പെടുത്തും. എങ്ങനെ? ന്യൂസ് പേപ്പേഴ്സിലാവാം, അതല്ലെങ്കിൽ ട്രേഡ് ആൻഡ് പ്രൊഫഷണൽ ജേർണൽസ് ആവാം, അതല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലോ TV അഡ്വർടൈസ്മെന്റും ഉണ്ട്. അതിൽ പറയും ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്, ഇന്ന ഓഫീസിൽ വേക്കൻസി വരുന്നുണ്ട്, ക്വാളിഫിക്കേഷൻ ഇങ്ങനെയാണ്, സാലറി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള പരസ്യങ്ങൾ കൊടുക്കും. സോ ജോബ് അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും, ഈ പരസ്യങ്ങൾ കണ്ടിട്ട് ആ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുകയും അവര് അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇന്റർവ്യൂ ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് സെലക്ട് ചെയ്യാനും പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി നാലാമത്തെ ഒരു പോയിന്റ് ആണ് മക്കളെ, എന്താണ്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് ആലോചിക്കാതെ ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയാണ്. ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. നമ്മൾ 10th കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും ഏതെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടോ നമ്മൾ എന്ത് ചെയ്യുക, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മുടെ രേഖകൾ, അതായത് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ അത് റിന്യൂ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ നമ്മൾ ചെയ്യുന്ന സമയത്ത് വേക്കൻസി വരികയാണ്, ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസുകളിലോ വേക്കൻസി വരികയാണെങ്കിൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള വേക്കൻസി ആണെങ്കിൽ അവർ നമ്മളെ എന്ത് ചെയ്യുന്നതായിരിക്കും, അറിയിക്കുന്നതായിരിക്കും. സോ പ്രോപ്പർ ആയിട്ട് നമ്മൾ റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് മിസ്സായി പോകും. സോ കറക്റ്റ് ടൈമിൽ നമ്മൾ റിന്യൂ ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ അതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്. നമുക്കറിയാലോ പ്ലേസ്മെന്റ് ഏജൻസീസ് അവൈലബിൾ ആണ്. നമുക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഏജൻസീസിനെ പോയി കണ്ടിട്ട് നമ്മുടെ ബയോഡാറ്റ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് മാച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു തരും, ഇങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ട്, ഇന്ന ഓഫീസിൽ നിങ്ങൾ അവിടെ പോയാൽ മതി എന്നുള്ളത് അവർ പറഞ്ഞു തരും. സോ അത്തരത്തിലുള്ള ഏജൻസീസിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ. അതായത് വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യാറുണ്ട്,
ക്യാമ്പസുകളിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. ലാസ്റ്റ് സെമസ്റ്ററിലോ ലാസ്റ്റ് ഇയറിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും നല്ല സ്കില്ലുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ ഇന്റർവ്യൂ അവിടെ വെച്ച് പാസ്സാവുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കോഴ്സ് കഴിഞ്ഞാൽ തന്നെ നേരിട്ട് ജോലിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനെയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് ക്യാമ്പസുകളിൽ പോയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻസ് ഇന്റർവ്യൂ നടത്തി കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന രീതി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്, റെക്കമെൻഡേഷൻ ഓഫ് പ്രസന്റ് എംപ്ലോയീസ്. അതായത് നമ്മുടെ ഓഫീസിൽ ഓൾറെഡി 2, 3, 4 വർഷമായിട്ട് ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് അവിടെ വേക്കൻസി വരുന്ന സമയത്ത് അവരെ അറിയുന്ന അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലുള്ള ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓഫീസിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഈസിയസ്റ്റ് ഒരു സോഴ്സ് ആണ് അല്ലേ? കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് നമ്മുടെ ഓർഗനൈസേഷനെ പറ്റിയിട്ടും അവിടുത്തെ ഒരു വർക്ക് കൾച്ചറിനെ പറ്റിയിട്ടും ഒക്കെ നന്നായിട്ട് അറിയും. സോ അദ്ദേഹം ഒരു എംപ്ലോയിനെ നമുക്ക് സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് അതൊരു ഈസി അവൈലബിൾ സോഴ്സ് കൂടിയാണ് അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ ലേബർ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഈ ലേബർ കോൺട്രാക്ടേഴ്സ് ഈ കോൺട്രാക്ട് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? അവരുടെ കയ്യിൽ എന്താണ്, അവരുടെ കയ്യിൽ കുറച്ചധികം വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ഏതെങ്കിലും ഒരു സൈറ്റിൽ വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലേബർ കോൺട്രാക്ടേഴ്സിനെ വിളിച്ചാൽ മതി. ഇന്ന ഡേറ്റിന് ഇത്ര പേരായിട്ട് വരണം എന്ന് അവരോട് പറഞ്ഞാൽ അവർ വന്നോളൂ. സോ ഇത്തരത്തിൽ നമ്മുടെ റിക്വയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത്രയും വേണ്ട വർക്കേഴ്സിന് ആര് നമുക്ക് സപ്ലൈ ചെയ്യും? ഈ ലേബർ കോൺട്രാക്ടേഴ്സ് സപ്ലൈ ചെയ്യും. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ കോൺട്രാക്ടേഴ്സുമായിട്ട് നമ്മുടെ ബിസിനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കണക്ഷൻ കട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് വർക്കേഴ്സിലേക്ക് എത്താനുള്ള ആ ഒരു കണക്ഷനും കൂടിയാണ് അവിടെ പോകുന്നത്. സോ എപ്പോഴും നമ്മൾ കോൺട്രാക്ടേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതാണ് ലേബർ കോൺട്രാക്ടേഴ്സ്. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് മക്കളെ വെബ് പബ്ലിഷിംഗ്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഈ ഒരു കാലത്ത് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് എന്താണ്, നമുക്ക് ജോലി ആവശ്യമാണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, naukri.com ഒക്കെ പോലെയുള്ള സൈറ്റുകളിൽ നമുക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് യോജിക്കുന്ന റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ആ ഒരു രീതിയിൽ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജോലിയിൽ പ്ലേസ് ആവാനും പറ്റും. സോ ഇതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതായത് ഓർഗനൈസേഷന്റെ പുറത്ത് നിന്ന് കാൻഡിഡേറ്റ്സിന് നമുക്ക് അവൈലബിൾ ആവുന്ന സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇത്രയും സോഴ്സസ് ആണ്. 9 സോഴ്സസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു എസ്സേ നമ്മൾ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും മിനിമം നമുക്കൊരു 6 പോയിന്റെങ്കിലും വേണം. ഇതിലെല്ലാം നിങ്ങൾക്ക് എളുപ്പമല്ലെങ്കിലും വളരെ എളുപ്പമുള്ള ചില പോയിന്റ്സ് ഉണ്ട് അല്ലേ? അത് അത്തരത്തിലുള്ളതാണ്. നമുക്ക് അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങൾ കൊടുക്കാം, അതുപോലെ തന്നെ വെബ് പബ്ലിഷിംഗ് സൈറ്റുകളിൽ അപ്ലൈ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു 5-6 പോയിന്റ്സ് എന്ത് ചെയ്തേക്കുക, ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഒരു എസ്സേ ആയിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 8 ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്, ഒരു സർവീസ് ഉണ്ടെങ്കിൽ അത് ആളുകളിലേക്ക് വളരെ പ്രോപ്പർ ആയിട്ട് എത്തിക്കുക, അവരെ കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ അങ്ങനെ കുത്തിവെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയായിരിക്കും മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻസ്? ഫസ്റ്റ് വൺ, മാർക്കറ്റിംഗ് റിസർച്ച്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെല് ചെയ്ത് അങ്ങനെ പോവാന്നുള്ളതിലുപരി മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് പ്ലാനിങ്ങും പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് തുടങ്ങിയ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ മാർക്കറ്റ് റിസർച്ച് ആണ് ആദ്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിംഗിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട്, ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് പ്ലാനിങ്. ആൻഡ് ഓൾസോ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാനിങ് വേണം. എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ റീച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്രൊഡക്ഷൻ ലെവൽ എങ്ങനെ നമുക്ക് കൂട്ടാം, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതായത് നല്ല രീതിക്ക് ഒരു വെൽ പ്ലാൻ നമുക്ക് ആവശ്യമാണ് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൽ. അതാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ്. പ്രോഡക്റ്റ് ഓക്കെ, നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, പ്ലാൻ ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഡിസൈൻ ചെയ്താൽ മതിയോ? അല്ല, പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് അല്ലെ? സോ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ആണ് മക്കളെ പ്രോഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ്. എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ നിർമ്മിക്കേണ്ടത് എന്നുള്ളതൊക്കെ വളരെ പ്രോപ്പർ ആയിട്ട് വളരെ നല്ല രീതിക്ക് വേണം നമ്മൾ ചിന്തിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, അത് ഏത് ഡിസൈനാണ് വേണ്ടത്, അതുപോലെ തന്നെ പല ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ഉണ്ട്. അതായത് എങ്ങനെയാണ് അതിന്റെ പാക്കേജ് വേണ്ടത്, എങ്ങനെയാണ് അതിന്റെ പ്രൈസ് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റി ആണ് വേണ്ടത്, എത്ര ക്വാളിറ്റി ആണ് വേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ
ഇതിലൊക്കെ അടങ്ങുന്നതാണ് പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ, അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ എല്ലാ പ്രോഡക്റ്റും ഒരുപോലെ യൂണിഫോമിറ്റി ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. വെയിറ്റിലും അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയിലും ഒക്കെ അത് യൂണിഫോം ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. പ്രത്യേക ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അത് പ്രോഡക്റ്റിന്റെ എന്താവാം, ക്വാളിറ്റി ആവാം, സൈസ് ആവാം, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫീച്ചർ വെച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ കാഷ്യൂ നട്ട്സ് പോലെയുള്ള പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, ഫസ്റ്റ് ക്വാളിറ്റി, അതായത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ. അത് അതിന്റെ ക്വാളിറ്റി വെച്ചിട്ടാണ് അവിടെ ഗ്രേഡിംഗ് നടത്തിയിട്ടുള്ളത്. സോ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫീച്ചർ വെച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ്. പണ്ടാണെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ പാക്കേജ്, അതായത് അതിന്റെ കവർ എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ പുറത്തുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ നിന്നും വളരെ സേഫ് ആക്കി വെക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ പാക്കേജിന് ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ഇമ്പോർട്ടൻസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊമോഷണൽ ടൂള് കൂടിയാണ്. നമ്മളൊരു പാക്ക് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളത് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ്, ആ പാക്കേജ് അത്രത്തോളം അട്രാക്റ്റീവ് ആവുന്നത് കൊണ്ടും കൂടിയാണ്. സോ പാക്കേജിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. അത് നമ്മുടെ അതിനകത്തിരിക്കുന്ന ആ പാക്കിനകത്തിരിക്കുന്ന ആ ഗുഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതിലുപരി പ്രൊമോഷണൽ ടൂളായിട്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ലേബലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പാക്കിന്റെ മുകളിൽ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എന്തുണ്ടാവാറുണ്ട്, പാക്കിന്റെ മുകളിൽ എന്തുണ്ടാവാറുണ്ട്, പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവാറുണ്ട്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ആവാം, അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് പോലെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് പാക്കിന്റെ മുകളിൽ പ്രിന്റ് ചെയ്യാറുണ്ട്, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട്. ആ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലേബലിംഗ് എന്ന് വിളിക്കുന്നത്. സോ പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു മാർക്കറ്റിംഗ് ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് വരുന്നതാണ് മക്കളെ ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ബ്രാൻഡ് നെയിം. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ചില ബ്രാൻഡ് മാത്രം ഫോളോ ചെയ്യുന്ന ആളുകളാണ് അല്ലെ. ഇപ്പൊ നൈക്കിന്റെ ഷൂ, അതുപോലെ തന്നെ പ്യൂമ, അഡിഡാസ്, ഇത്തരത്തിലുള്ള ഓരോ ബ്രാൻഡ് നോക്കി പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. സോ ബ്രാൻഡിങ് എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻ ആണ്. ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും നമ്മുടെ പ്രോഡക്റ്റിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് ഒരു പേരോ ഒരു സിമ്പിളോ ഒക്കെ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്രാൻഡിങ് എന്ന് വിളിക്കുന്നത്. സോ ബ്രാൻഡ് നെയിം കൊടുക്കുന്ന സമയത്ത്, അതായത് ബ്രാൻഡിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ബ്രാൻഡ് നെയിം മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം ആയിട്ടും എന്ത് ചെയ്യാൻ പാടില്ല, മാച്ച് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് മക്കളെ കസ്റ്റമർ സപ്പോർട്ട് സർവീസസ്. അതായത് നമ്മൾ മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷണൽ ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധനം വിറ്റു, സാധനം ആളുകളിലെ അതായത് കസ്റ്റമറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ആ ഒരു പരിപാടി തീർന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോഡേൺ കൺസെപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സർവീസസ്, അതായത് കസ്റ്റമർ സപ്പോർട്ട് സർവീസസ് കൂടി കൊടുത്താൽ മാത്രമേ നമ്മുടെ മാർക്കറ്റിംഗ് എന്താവുന്നുള്ളൂ, കംപ്ലീറ്റ് ആവുന്നുണ്ടോ. അത്തരത്തിലൊരു വൈഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ കസ്റ്റമർ സപ്പോർട്ട് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സർവീസസ് ആവാം, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് നമ്മൾ കൺസ്യൂമർ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാവാം. സോ ഇതിനൊക്കെയാണ് നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് സർവീസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് വരുന്നതാണ് മക്കളെ പ്രൈസിങ്. പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോഡക്റ്റിന്റെ എക്സ്ചേഞ്ച് വാല്യൂനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് എത്ര രൂപ കൊടുത്താലാണ് ആ ഒരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത്. സോ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ അല്ലേ. കാരണം മാർക്കറ്റിൽ ആ ഒരു പ്രോഡക്റ്റ് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, അതിന്റെ ഒരു പ്രൈസും കൂടി അനുസരിച്ചിരിക്കും. നമ്മൾ യൂഷ്വലി നോക്കുകയാണെങ്കിൽ പ്രൈസ് കൂടുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എന്താവാണ്, കുറയാണ് അല്ലെ. അതുപോലെ തന്നെ പ്രൈസ് കുറഞ്ഞ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. സോ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ എന്താണ്, മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷനിൽ വരുന്ന കാര്യമാണ്. നെക്സ്റ്റ് വരുന്നതാണ് മക്കളെ പ്രൊമോഷൻ.
നെക്സ്റ്റ് വരുന്നതാണ് പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചിട്ട് നമ്മളെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന്, ഇൻഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രൊമോഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെന്റ് പ്രൊമോഷൻ ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. അഡ്വർടൈസിംഗ് ഉണ്ട്, പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്, അത്തരത്തിൽ ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. സോ പ്രൊമോഷൻ ഓൾസോ എന്താണ്, മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഡിസിഷൻ ആണ്, ഡിസിഷൻ റിഗാർഡിംഗ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം ദ പ്രൊഡക്ഷൻ സെന്റർ ടു ദ കൺസ്യൂമർ സെന്റർ. അല്ലെ, ഇവിടെ നടക്കുന്നത് എന്താണ്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ് വേണ്ടത്, ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും മാത്രം മതിയോ, അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന്റെ റീറ്റെയിലേഴ്സിന്റെ ഇടയിൽ എത്ര മിഡിൽമാൻ വേണം, ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഒരു ഡിസിഷൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത് അതാണ്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വേണം എന്നുള്ളത്. രണ്ടാമത്തത് എന്താണ്, മൂവ്മെന്റ് ഓഫ് പ്രോഡക്റ്റ്. നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഒരു സ്ഥലത്തും നമ്മുടെ കസ്റ്റമേഴ്സ് ഇരിക്കുന്നത് വേറൊരു സ്ഥലത്തുമാണ്. സോ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ആ ഗുഡ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഡിസിഷൻസ് ആണ് നമുക്ക് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ആണ് മക്കളെ ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ ഗുഡ്സിനെ ഫിസിക്കലി മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതായത് എയർ റൂട്ട് ഉണ്ട്, സീ റൂട്ട് ഉണ്ട്, ബൈ റോഡ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ ലാസ്റ്റ് ഒരു ഫംഗ്ഷൻ ആണ് മക്കളെ സ്റ്റോറേജ് ഓഫ് വെയർ ഹൗസ്. നമുക്കറിയാലോ, നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയം കൺസംഷൻ നടക്കുന്ന സമയവും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ. പ്രൊഡക്ഷൻ ഇന്ന് നടന്നു എന്ന് വെച്ചിട്ട് ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ഇന്ന് തന്നെ മാർക്കറ്റിൽ പോയി വിറ്റ് തീരൊന്നുമില്ല. സോ അതിന്റെ കൺസംഷൻ നടക്കുന്നവരെ, അതായത് ആ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവുന്നവരെ നമ്മൾ ആ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റോറേജ് ഹൗസ് അല്ലെങ്കിൽ വെയർ ഹൗസ് അല്ലെങ്കിൽ ഗോഡൌൺസ് എന്നൊക്കെ പറയുന്നത്. ഇതും എന്താണ്, മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻ ആണ്. സോ മിസ് ഇന്നിവിടെ 12 ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. അതുകൊണ്ട് തന്നെ ഈ 12 പോയിന്റ്സിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു 6-7 പോയിന്റ്സ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സോ നമ്മൾ ഇന്ന് 2 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. ഒരിക്കലും മിസ്സാക്കാണ്ടിരിക്കുക, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സോ ഇതുപോലുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.